തിരികെ വരാം വാർത്തകളിലേക്കും വർത്തമാനത്തിലേക്കും. കോഴിക്കോട് ബേപ്പൂർ ലോഡ്ജിലെ കൊലപാതകത്തിൽ 2 പോലീസ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. കൊലപാതകം നടന്നെന്നറിഞ്ഞിട്ടും സ്ഥലത്ത് എത്താതിരുന്നതിലാണ് നടപടി. ബേപ്പൂർ സ്റ്റേഷനിലെ ഗ്രേഡ് ASI, CPO എന്നിവർക്കെതിരെയാണ് നടപടി. മുഹമ്മദ് ഷഹീദ് വിവരങ്ങളുമായി ചേരുന്നു. ഷഹീദ്, എന്താണ് വിശദവിവരങ്ങൾ? മോത്തി, കഴിഞ്ഞ മെയ് 24 ഈ സംഭവം ബേപ്പൂരിലുണ്ടായത്. കൊല്ലം സ്വദേശിയായ സോളമൻ എന്നയാൾ അവിടെ ലോഡ്ജ് മുറിയിൽ കൊല്ലപ്പെട്ടു. അന്ന് രാത്രി ഈ സംഭവം, ഈ കൊലപാതകം നടന്നു, അങ്ങനെ ഒരു കൊലപാതകം, ഒരു അക്രമം അവിടെ നടന്നു എന്ന് പോലീസിനെ വിവരം അറിയിച്ചിട്ടും പോലീസ് അക്കാര്യത്തിൽ പരിശോധിക്കാനോ അവിടെ ചെന്ന് ഈ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാനോ തയ്യാറായില്ല എന്നുള്ളതാണ് പരാതി ഉയർന്നത്. ഇതേ തുടർന്നാണ് ഇപ്പോൾ ബേപ്പൂർ പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് SI ആനന്ദ്, CPO ജിതിൻ ലാൽ എന്നിവർക്കെതിരെ ഇപ്പോൾ നടപടി സസ്പെൻഡ് ചെയ്തുകൊണ്ട് അങ്ങനെ അത്തരത്തിൽ ചെന്ന് അന്വേഷിക്കാതിരുന്നതിന്, അടിയന്തരമായി നടപടി സ്വീകരിക്കാതിരുന്നതിന്? മോത്തി, തൊട്ടടുത്ത് തന്നെ അത് നല്ല മഴക്കാലമായിരുന്നു, മഴ ഉണ്ടായിരുന്ന ഒരു സമയമായിരുന്നു, കാലവർഷം ശക്തമുള്ള സമയമായിരുന്നു. അന്ന് ആ പ്രദേശത്ത് സമീപത്തൊക്കെ മരങ്ങൾ വീണ് അപകടമുണ്ടായിരുന്നു. അതുകൊണ്ട് വളരെ പെട്ടെന്ന് അവിടേക്ക് പോകേണ്ടതിനാൽ ഇങ്ങനെ ഒരു ഈ വിവരം അറിഞ്ഞതിന് ശേഷം അവിടെ ചെന്ന് നോക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇവർ നൽകിയിരുന്ന വിശദീകരണം എന്നാണ് നമ്മൾ മനസ്സിലാവുന്നത്. അതായത് ലോഡ്ജ് മുറി, ഈ കൊലപാതകം നടന്ന ലോഡ്ജ് മുറിക്ക് സമീപത്തായി ഒരു ക്ഷേത്രത്തിൻ്റെ മതിലിൻ്റെ സമീപത്തേക്ക് ഒരു മരം വീണ ഒരു അപകടം, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ മരം മുറിച്ചു മാറ്റുന്ന ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടായിരുന്നു. അവിടേക്ക് അവർ പോവുകയും ചെയ്തിരുന്നു. അന്ന് ആ മരം